സ്കൂൾ വേനലവധി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി ജൂൺ ജൂലൈയിലേക്കാക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ നിർദ്ദേശത്തോട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രതികരണം എന്താണ് എന്നാണ് നമ്മൾ ആരായുന്നത്. മഴയ്ക്കുള്ള സമയങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് സ്കൂൾ പൂട്ടുന്നത് മാറ്റണമെന്നാണ് മന്ത്രി പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അപകടങ്ങൾ കുറയും. അതെ അല്ലേ. സാധാരണ വെക്കേഷൻ പറയുമ്പോ ഏപ്രിൽ മെയ് വരെ ഉണ്ടാവല്ലേ, അതും ഈ ജൂൺ ജൂലൈ പറയുമ്പോ പ്രത്യേകിച്ച് സ്കൂളിന്റെ കാലാണ്, എക്സാമിന്റെ ടൈമാണ്. അതല്ല മഴക്കാലത്ത് തന്നെ നല്ല അപകടവും അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർ പോയിന്റ് കടന്ന് വരുന്നുണ്ടാവും. അവിടെ നിന്നൊക്കെ നോക്കി നിന്ന് ചിലപ്പോൾ പൊയ്ക്കൊക്കെ വെക്കും. അങ്ങനെ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകും. ഞങ്ങളവിടുന്നൊക്കെ 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ബസ് കിട്ടുള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്ന് വരുന്ന കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് അവിടം വരെ നടന്നു വന്ന് പിന്നെ അവിടുന്ന് ബസ്സിന് പോകുമ്പോഴേക്കും ടൈം കുറെ പോവുകയും ചെയ്യും. പിന്നെ മഴയൊക്കെ കൊള്ളും ചെയ്യും. ഇവിടെ അഭിപ്രായത്തിൽ കുറെ പോസിറ്റീവ് വശങ്ങളുണ്ട്, ചില നെഗറ്റീവ് വശങ്ങളുണ്ട്. കുറച്ചും കൂടി നമ്മളൊരു അഭിപ്രായത്തിൽ മെയ് ജൂണ് അവധിയാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് വശങ്ങൾ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏപ്രിൽ മെയ് മാത്രം വേനലവധി മാറ്റുന്നതിന് പകരം മെയ്യും ജൂണിൽ ഒരു മാസം കൂടി കൂട്ടിയിട്ട് വേനലവധിയാക്കുകയും ഏപ്രിൽ മാസം അവസാനം വരെ ക്ലാസ് തുടരുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ചില പോസിറ്റീവ് അതിൽ ഉണ്ട് എന്നുള്ളതാണ്. വേനലവധി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അതിന് മാറ്റിയിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റും. പ്രത്യേകിച്ച് മഴക്കെടുതികളുടെ സമയത്തിലേക്ക് മാറ്റിക്കൂടെ എന്നുള്ളതാണ് മന്ത്രി ചോദിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഒരു വ്യത്യാസമാക്കാം. കാരണം ഇപ്പൊ മഴ ജൂൺ ജൂലൈയിലല്ല, മാസങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ ആ മാസത്തിനനുസരിച്ച് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ആശയാണ്. പ്രളയം വരുന്നുണ്ട്, വെള്ളം കയറുന്നുണ്ട്, ചില സ്ഥലത്തൊന്നും പ്രോപ്പറായിട്ട് ലീവൊന്നും കിട്ടാറില്ല. നല്ലതാണ്. വെക്കേഷൻ വരുന്നതിന് ജൂണിൽ ക്ലാസ് നടക്കുമ്പോൾ ജൂൺ ജൂലൈയിൽ ക്ലാസ് നടക്കുമ്പോൾ ഒരു പ്രശ്നം ഈ ഇടയ്ക്ക് ലോക്കലി പലപ്പോഴും മഴയുടെ കാരണത്താൽ അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് വീണ്ടും റിക്കൂപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നേരെ മറിച്ച് മാർച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള 2 മാസം വെള്ളത്തിന്റെ ക്ഷാമം പോലെ തന്നെ അന്തരീക്ഷ ചൂട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ച് 65 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ പലപ്പോഴും നമുക്ക് ഫാന് ഒരു 2 4 ഫാൻ 5 ഫാൻ വെച്ചാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങള് കൊല്ലത്തിൽ റിലാക്സ് ചെയ്യട്ടെ. വേനലിലാണ് റിലാക്സ് ചെയ്യാൻ നല്ലത്. മറ്റേത് മഴക്കാലം ആകുമ്പോൾ വീട്ടിലേക്ക് വരാനാ പറയാം. ഈ ജന്തുക്കള്, വെള്ളക്കെട്ട്, ഇതൊക്കെ പ്രശ്നങ്ങളാണ്.